റാൻഡി ഓർട്ടൻ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ റാൻഡി ഓർട്ടൻ ആരാധകർക്കാണ് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത. റാൻഡി ഓർട്ടൻ പരാജയപ്പെടുത്തി അവർക്കാണ് ഭയങ്കര വിഷമമെന്ന് പറയുന്നത്. റാൻഡി ഓർട്ടൻ ഒരു 14-ടൈം വേൾഡ് ചാമ്പ്യനാണ്, ഫ്യൂച്ചർ ലെജൻഡാണ്. അതിനിപ്പോഴും നല്ല രീതിയിലുള്ള അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലുണ്ട പല സൂപ്പർ സ്റ്റാർസിനും ഇതിൻ്റെ ഫൈനൽ പോലും എത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ലെവലിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാലും സ്റ്റിൽ WWE അദ്ദേഹത്തിന് ഇജാതി പുഷ് നൽകുന്നു, ഈ വേറെ ലെവൽ രീതി കാണിക്കുന്നു. ബട്ട് സ്റ്റിൽ റാൻഡി ഓർട്ടൻ ഫാൻസിന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം റാൻഡി ഓർട്ടന് പകരക്കാരൻ വേണം. റാൻഡി ഓർട്ടന് പകരക്കാരൻ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഗന്ധർ എന്ന് പറയുന്ന ഒരു ഉയർന്നു വരുന്ന ടാലൻ്റാണ്. സോ അദ്ദേഹത്തെ വിജയിപ്പിച്ചേ മതിയാവുള്ളൂ, അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പുഷ് കൊടുത്തേ മതിയാവുള്ളൂ. സോ ലെജൻസ് ആയിട്ടുള്ള താരങ്ങളൊക്കെ കുറച്ച് മാറി നിൽക്കേണ്ടതായിട്ട് വരും, അവർക്ക് പരാജയപ്പെടേണ്ടതായിട്ട് വരും. സോ നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗന്ധറിനെ വിജയിപ്പിച്ചത്. അതായത് തോൽപ്പിച്ചത് മാത്രമല്ല, വേറെ കുറേ വിവാദവും വരുന്നുണ്ട്. ആ ഒരു വിവാദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ആ ഒരു പിൻ ചെയ്യുന്ന സമയത്ത് റാൻഡി ഓർട്ടൻ്റെ ഷോൾഡർ അപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് റാൻഡി ഓർട്ടൻ ഫാൻസൊക്കെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു സ്ട്രൈക്ക് തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രിപ്പിൾ എച്ച് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ട്രിപ്പിൾ എച്ച് ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. കാരണം ക്രിക്കറ്റ് ഫുട്ബോൾ മാച്ച് അവിടെ അവർ റഫറിമാർ അല്ലെങ്കിൽ അമ്പയർമാർ ഡിസിഷൻസ് എടുക്കുന്നു. സോ ആ ഒരു ഡിസിഷൻസ് ആ ഒരു മാച്ച് കഴിഞ്ഞു. അതിപ്പോൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആണെങ്കിലും എന്താണെങ്കിലും അത് ആ ഒരു മാച്ചിനെ അഫക്റ്റ് ചെയ്യും. അത് മാച്ച് കഴിഞ്ഞു. സോ അത്രയേ ഉള്ളൂ, മാച്ച് കഴിഞ്ഞു. ആ ഒരു റിസൾട്ടാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ട്രിപ്പിൾ എച്ച് എന്ന് പറഞ്ഞത് അത് റഫറിയുടെ തീരുമാനമാണ്, അന്തിമ തീരുമാനമെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. എങ്കിൽ പോലും പിന്നെയും പറയുന്നുണ്ട് നമുക്ക് നോക്കാം, വല്ല റീമാച്ച് വല്ലതും വെക്കാൻ പറ്റുമോ, റാൻഡി ഓർട്ടന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ എടുത്ത് പറയുന്നത് ഗുന്തർ ഇങ്ങനെ വിജയിക്കേണ്ട ഒരു വ്യക്തിയല്ല, അത് ഗുന്തറിനും അറിയാം. ഗുന്തർ ഇനിയും മാച്ച് ജയിച്ച് അദ്ദേഹം നല്ലവണ്ണം ഫൈറ്റ് ചെയ്ത് വിജയിക്കുമെന്നൊക്കെ ട്രിപ്പിൾ എച്ച് എടുത്ത് പറയുന്നുണ്ട്. സോ എനിക്കൊന്നും മിക്കൊരു റീമാച്ചൊക്കെ വരുമെന്ന്. റീമാച്ച് വന്നാൽ തന്നെ ഈ ഒരു കിങ് ഓഫ് ദ റിംഗ്, അതായത് ഈ ഒരു കിങ് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള റീമാച്ച് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു, അത് ഗന്ധറാണെന്ന് മനസ്സിലായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു സമ്മർ സ്ലാമിലേക്ക് ആര് പോകും എന്നൊരു സംഭവത്തിന് വേണമെങ്കിൽ റീമാച്ച് വെക്കാം. അതൊരു ചാമ്പ്യൻഷിപ്പിന് ആര് പോകും എന്നൊരു കാര്യത്തിന് വേണമെങ്കിൽ റീമാച്ച് വെക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഒരു വീണ്ടും കിങ് ആരാണ് കണ്ടുപിടിക്കുക എന്നുള്ള സംഭവത്തിന് റീമാച്ച് വെക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്നേ പറയത്തുള്ളൂ. കാരണം ആ ഒരു PLE അവസാനിച്ചു, അല്ലെങ്കിൽ ആ ഒരു PLE കൊണ്ട് പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഫൈനൽ റഫറിയുടെ തീരുമാനം അന്തിമമാണെന്ന് ട്രിപ്പിൾ എച്ച് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടൊക്കെ ഒരു റീമാച്ചൊക്കെ വെക്കാൻ പോയ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലിവ് മോർഗൻ വിജയിച്ചതിനെ കുറിച്ച് നോക്കാം. എന്തായാലും ലിവ് മോർഗൻ വേഴ്സസ് ബെക്കി ലിഞ്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ ആര് ജയിച്ചാലും അത്ര വലിയ ഇതില്ല. കാരണം ബെക്കി ലിഞ്ചിന് ഭയങ്കര ഓവർ പുഷാണ്, അതായത് ലിവ് മോർഗനും ഭയങ്കര ഓവർ പുഷാണ്. ലിവ് മോർഗൻ്റെ ഒരു കേപ്പബിലിറ്റിയൊക്കെ വെച്ച് ലിവ് മോർഗൻ ഇത്ര ഓപ്പർച്യൂണിറ്റി നൽകാമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം വേണ്ട എന്ന് തന്നെയാണ്. കാരണം ലിവ് മോർഗൻ നല്ലൊരു സൂപ്പർ സ്റ്റാറാണ്, അവർക്ക് കഴിവൊക്കെ ഉണ്ട്. അവർക്ക് മെയിനായിട്ട് ഇങ്ങനെ പുഷ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ WWE പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. അത് കാരണം WWE പെർഫോമൻസ് സെൻറ്ററിൽ നിന്ന് വന്നൊരു ഇത് വളരെ യങ് പ്രായം തൊട്ട് WWE ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അവർ പെർഫോമൻസ് സെൻറ്ററിൽ നിന്ന് വന്നൊരു താരമാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലിവ് മോർഗൻ്റെ വേഴ്സസ് ബെക്കി ലിഞ്ച് വാച്ചിൽ ലിവ് മോർഗൻ വിജയിച്ചത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബട്ട് ലിവ് മോർഗൻ വേഴ്സസ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അതിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, അവരുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്ര പുഷ് നൽകുന്നത് ലിവ് മോർഗൻ. പിന്നെ നയ ജാക്സ് ക്യൂവിനായ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നയ ജാക്സിന് ഈ നല്ല പുഷ് കൊടുക്കണം. കാരണം അവരൊരു സ്ട്രോങ് സൂപ്പർ സ്റ്റാർ ആക്കണം ആ ഒരു വുമൻസ് ഡിവിഷനിൽ. കാരണം അത്ര ഹെവി വെയിറ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി ഇപ്പോൾ എന്താ പറയുക, ഒരു ബ്രോൺ സ്ട്രോമൻ ബിഗ് ഷോ ടൈപ്പ് വ്യക്തി നമ്മുടെ എന്താ പറയുക വുമൻസ് ഡിവിഷനില്ല. സോ അതുകൊണ്ട് തന്നെ നയ ജാക്സിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കാണിക്കണം. അതുപോലെ ക്യൂനാക്കിയത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നല്ല പുഷ് നയ ജാക്സിന് കൊടുക്കണം. പലപ്പോഴും ഈ ഒരു ചെറിയ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ നയ ജാക്സിനെ പരാജയപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അവരെ കുറച്ചുകൂടെ ഹെവി ആയിട്ട് കാണിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അവർ നല്ലൊരു സൂപ്പർ സ്റ്റാറാണ്. പിന്നെ പല സൂപ്പർ സ്റ്റാർസിനെ അവർ കാരണം ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അത് വലിയൊരു പ്രശ്നമായിരുന്നു. എന്തായാലും അതൊക്കെ അവർ ഇപ്പോൾ മാറുന്നുണ്ട്. ഇപ്പോൾ ആർക്കും നയ ജാക്സ് കാരണം ഇഞ്ചുറി ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവർക്ക് ഇനിയും നല്ല പുഷ് കൊടുക്കണം. ക്യൂനാക്കിയ നല്ല കാര്യമാണ്. നമ്മുടെ ഒരു യങ് NXT സൂപ്പർ സ്റ്റാറുമായിട്ടാണ് അവർ ഫൈറ്റ് ചെയ്തത്. സോ അവരും ക്യൂനായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ച് തിരിഞ്ഞായിരുന്നു വരേണ്ടത്. വൽക്കേരി വേഴ്സസ് ബെക്കി ലിഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ, അതായത് ലിവ് മോർഗൻ വേഴ്സസ് നയ ജാക്സ് അല്ലെങ്കിൽ വൽക്കേരി വേഴ്സസ് അങ്ങനെ തിരിഞ്ഞ് മാച്ച് വന്നിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് വിന്നറായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ലിവ് മോർഗനും ബെക്കി ലിഞ്ചും ഒരുമിച്ച് വിജയിക്കുന്നതോട് എനിക്ക്, അതായത് ലിവ് മോർഗൻ വിജയിച്ചാലും ബെക്കി ലിഞ്ച് വിജയിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്.
സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് PLEയുമായിട്ട് ബന്ധപ്പെട്ട്? എനിക്ക് അത്യാവശ്യം നല്ലൊരു PLE ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീസ്റ്റ് ഇൻകോർണേറ്റ് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. അത് ബ്രോക്ക് ലെസ്നറിനെ കുറിച്ച് 1-2 തവണ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ PLEയിൽ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് PLEയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ മെൻഷൻ എന്ന് പറയുന്നത് റാൻഡി ഓർട്ടൺ വേഴ്സസ് ഗുന്തറിൻ്റെ മാച്ചിൻ്റെ ഇടയിൽ മൈക്കിൾ കോൾ അദ്ദേഹത്തെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ബ്രോക്ക് ലെസ്നറിനെ. അതുപോലെ തന്നെ നമുക്കറിയാം സമ്മർ സ്ലാമിൻ്റെ ആ ഒരു പ്രമോ വീഡിയോയുടെ സമയത്തും നമ്മുടെ ബ്രോക്ക് ലെസ്നറിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് റോമൻ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ മാച്ചിനകത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ട്രക്കിൻ്റെ സംഭവം, ബുൾഡോസർ ട്രക്കിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ 1-2 വട്ടം ബ്രോക്ക് ലെസ്നർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും ബ്രോക്ക് ലെസ്നർ ഇങ്ങനൊരു കേസിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരിക്കലും ബ്രോക്ക് ലെസ്നർ മെൻഷൻ ചെയ്തില്ല. ഉറപ്പായിട്ടും മെൻഷൻ ചെയ്ത് ഇതിൻ്റെ റിട്ടേണിൻ്റെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വളരെയധികം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്രോക്ക് ലെസ്നർ. സോ ബ്രോക്ക് ലെസ്നർ വന്നു കഴിഞ്ഞാൽ സോ അത് WWEക്ക് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ബ്രോക്ക് ലെസ്നർ വരട്ടെ. ബ്രോക്ക് ലെസ്നർ റിട്ടേണിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്.